കാരണം ഈ വേദിയിൽ ഇങ്ങനെയൊന്ന് കയറി നിൽക്കാൻ സർവേശ്വരൻ, ദൈവം അല്ലെ കർത്താവ്, പടച്ചവൻ ഏത് വഴിയിലൂടെ നമ്മൾ വിളിച്ചാലും ചെന്നെത്തുന്നത് ഒരൊറ്റ ശക്തിയാണ്, യശോദ. ആ ജഗനിയന്താവായ, അതായത് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നന്മയ്ക്കല്ലാതെ ഈ ഭൂമിയിൽ ഞാൻ ഒന്നും ഇറക്കിയിട്ടില്ല എന്നാണ്. ആ നന്മയിലേക്ക് ഒരു സുഹൃത്താവാം, അല്ലെങ്കിൽ നമ്മുടെ ബ്രദറാവാം, അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറാവാം, എങ്ങനെ ആയിക്കോട്ടെ ഇന്നിവിടെ എത്താൻ സാധിച്ചത് നമ്മളോ നമ്മുടെ കാരണന്മാരോ വേണ്ടപ്പെട്ട ആരെങ്കിലോ ചെയ്ത ഒരു നന്മയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം ജസ്പേഡിൽ വരണമെങ്കിൽ അങ്ങനെ ഒരു നന്മ സംഭവിക്കുന്നുണ്ട്, അങ്ങനെയുള്ളവരോട് എത്താറുണ്ട്. തീർച്ചയായിട്ടും ആ നന്മയിലേക്ക് എത്തിച്ച സർവേശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ജയശ്രീമേടും അല്ലെങ്കിൽ ലിൻഡിമേയും പറഞ്ഞൊരു കാര്യമില്ല, 26 വർഷക്കാലം എം ഡിയോടും ചെയർമാനോടൊപ്പം നിൽക്കാൻ സാധിച്ചു എന്നത്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, താങ്ക് ഗോഡ് മൈറ്റി. എല്ലാ അർത്ഥത്തിലും നമ്മൾക്ക് അത്രയും കഴിവ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മൾ നിൽക്കുന്നത് ഒരു മാസ്റ്റർ മൈൻഡ് സെറ്റായ, അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെ ജീവിതത്തിൻ്റെ വഴിത്താരകളെ ധന്യമാക്കിയ വ്യക്തിത്വങ്ങളോടൊപ്പമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും അവരോടൊപ്പം ആ ഒഴുക്കിൽ 2030 1 ലക്ഷം കുടുംബങ്ങൾക്ക് 1 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങിക്കൊടുക്കണമെന്ന ഒരു ചിന്തയിലൂടെയാണ് ജസ്പേഡ് തുടങ്ങിയതെങ്കിൽ 2026 500 പരം അതിൽ 1000 പരം കുടുംബങ്ങളിലേക്ക് ഇന്ന് വെളിച്ചം വീശി പല കുടുംബങ്ങളിലും 10 ലക്ഷത്തിനും 30 ലക്ഷത്തിനും മേലെ വരുമാനം വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ജസ്പേഡിന് മുന്നിൽ നിരത്താൻ പറ്റുന്ന മനോഹരമായൊരു പ്രയാണമായി നമുക്ക് സാധിക്കുന്നത്. അതും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കടം കൊണ്ട് വലഞ്ഞിരുന്ന ജീവിതം എങ്ങനെ മുന്നോട്ട് വേണോ എന്ന് ചിന്തിച്ചിരുന്ന കുടുംബങ്ങൾക്ക്, അല്ലാതെ കഴിവുറ്റവരെ തിരഞ്ഞെടുത്തുകൊണ്ട് സാധാരണ കമ്പനികൾ ചെയ്യുന്ന പോലെ പ്രഗത്ഭരായ ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ടല്ല ജസ്പേഡ് മുന്നോട്ട് നയിക്കപ്പെട്ടത്. സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുമെന്ന ഒരു വചനത്തോടു കൂടിയാണ് എം ഡിയും ചെയർമാനും ഈ പ്രസ്ഥാനം തുടങ്ങിയത്. ഇന്ന് അങ്ങനെ ഇവിടെ ഇരിക്കുന്ന പലരും ആ രീതിയിൽ വന്നവർ തന്നെയാണ്, ഞാൻ ഉൾപ്പെടെ. ഞാനൊരു സിംഗറാണ്, പാട്ടുകാരാണ്, കോമ്പയറിംഗ് ആർട്ടിസ്റ്റാണ്. സാധാരണ രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ ഇന്നീ കാണുന്ന അനുഗ്രഹത്തോടു കൂടി എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അതിൽ മാത്രം ഞാൻ നിന്നിരുന്നെങ്കിൽ ഇവരോടൊപ്പം കൂടി ഇന്ന് ഞാൻ വലുപ്പം പറയില്ല, ഈ ജസ്പേഡിൽ വന്നിട്ട് ആദ്യമായിട്ട് ഇയോൺ വാഹനം ഉണ്ടായിരിക്കെ തന്നെ ടാറ്റ അൾട്രോസ് എന്നൊരു വാഹനം അച്ചീവ് ചെയ്യാൻ സാധിച്ചു ഈ പ്രസ്ഥാനത്തിലൂടെ. അതുകൂടാതെ ഇന്ന് ഓഡി A6-ലാണ് ഇവിടെ വരാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അതാണ് സാധാരണക്കാരെ അസാധാരണ